കേരള പോലീസ് തുടരുന്ന മൂന്നാം മുറയാണ് നമ്മുടെ ഇന്നത്തെ ജനശബ്ദം ചർച്ച ചെയ്യുന്നത്. നമുക്കിപ്പം പ്രേക്ഷകൻ കൊട്ടാരക്കരയിൽ നിന്നും ശ്രീ കെ ജി കുമാർ ചേരുന്നു. ശ്രീ കെ ജി കുമാർ, അങ്ങേക്ക് പ്രതികരിക്കാം. പറഞ്ഞോളൂ. ഇപ്പോഴ് അതായത് പഴയ കാലത്ത് പോലീസിന് ജനങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു. പഴയ കാലത്ത് ജനങ്ങൾക്ക് പോലീസിന് പേടിയുണ്ടായിരുന്നു. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് പോലീസിന് തീരെ പേടിയില്ല. ആ ജനങ്ങൾക്ക് പോലീസിനെ തീരെ പേടിയില്ലാത്തത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഭയങ്കര അഹങ്കാരമാണ്. പോലീസ് പണ്ടെന്ന് പറഞ്ഞാൽ പോലീസിനെ കാണുമ്പോൾ ആൾക്കാർക്ക് നല്ലൊരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് കുറ്റകൃത്യങ്ങളും വളരെ കുറവായിരുന്നു. ഇപ്പൊ പോലീസിന് പേടിയില്ല. ജനമൈത്രി പോലീസ്, ആ പോലീസ്, ഈ പോലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം അദ്ദേഹം ജോർജ് ജോസഫ് സാർ പറഞ്ഞ പോലെ ഈ തെറ്റ് ചെയ്യുന്ന ആൾക്കാരെ ശിക്ഷിക്കണം. പക്ഷെ ഈ ശിക്ഷിക്കുമ്പോൾ മനുഷ്യ ശരീരത്താണ് ഇത് ചെയ്യുന്നത് എന്നുള്ള ഒരു വിചാരം വേണം എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. അതാണ് ധാർമ്മികതയുടെ ഒരു സ്വരം അതിനകത്തുണ്ട്. അതാണ് കറക്റ്റ്. അല്ലാതെ ഈ നിയമം ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഒരുവിധപ്പെട്ട എന്ത് തോന്നിവാസം കാണിക്കുന്നവനെയും ഒന്നും ചെയ്യാതെ അങ്ങ് വിടാം എന്നുള്ള ഒരു ഇതാണ് ഇപ്പോഴത്തെ ഒരു ഇത് വരുന്നത്, ഇപ്പോഴത്തെ ഒരു രീതി. അത് വളരെ അപകടകരമാണ്. കാര്യം എന്തെല്ലാം കുറ്റകൃത്യങ്ങളാണ് ഓരോ ദിവസവും നടക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് തീരെ പേടിയില്ല. ആൾക്കാർക്ക് പണ്ടെന്ന് പറഞ്ഞാൽ ഒരു പോലീസ് വണ്ടി വന്നു കഴിഞ്ഞാൽ തന്നെ ഇത്തിരി ഇതായിട്ടുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കും. ഒരു ഭയങ്കര ഇതായിരുന്നു എന്റെ കൊച്ചുനാളിലൊക്കെ. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ പോലീസിന്റെ വില കുറഞ്ഞു എന്നുള്ളതാണ് എന്നുള്ള ഒരു രീതിയിലാണ്. പക്ഷെ ഈ ഒരു സിസ്റ്റം മാറണം. പിന്നെ ഏത് ഭരണകൂടം വന്നാലും ഈ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള കുറ്റങ്ങളും പോലീസിന്റെ വീഴ്ചയും അത് ഒരു തുടർക്കഥ തന്നെയാണ്. പക്ഷെ കൂടുതലും കുറവും ഏത് മുന്നണിയിലാണ് എന്നുള്ളത് മാത്രമേ ചിന്തിക്കേണ്ട കാര്യം. വളരെയധികം നന്ദി ശ്രീ കെ ജി കുമാർ. ശ്രീ ജോർജ് ജോസഫ്, അദ്ദേഹം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് പോലീസിനെ കണ്ടാലൊന്നും വലിയ ഭയമൊന്നുമില്ല. പണ്ട് പോലീസിനെ കണ്ടാൽ ഒരു ബഹുമാനവും ഒരു ചെറിയ ഭയവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ജനങ്ങൾ അങ്ങനെയല്ല പ്രതികരിക്കുന്നത്. പോലീസിനൊന്നും ഒരു വിലയില്ലാത്ത കാലത്തേക്ക് വരികയാണ്. എന്നാൽ പിന്നെ രണ്ടെണ്ണം അങ്ങ് പൊട്ടിച്ചേക്കാം എന്നുള്ള അവസ്ഥയിലേക്ക് പോലീസ് എത്തുന്നു. അങ്ങനെയാണോ? അങ്ങനെയല്ല. കാരണം അത് നമ്മുടെ വിവേകവും നമ്മുടെ ബുദ്ധിയൊക്കെ പോലെ ഇരിക്കും. ഞാൻ ഇപ്പോൾ രസകരമായിട്ടൊരു കാര്യം പറയാം. തിരുവനന്തപുരത്ത് ഇതുവരെ പിടിക്കാൻ പറ്റാത്ത ഒരാൾ, അയാൾ ചാരായങ്കടത്തിൻ്റെ അഗ്രഗണ്യനാണ്. അല്പം വണ്ടി മോഷണമൊക്കെ ഉണ്ട്. അപ്പോൾ അയാളെ ഒന്ന് പിടിക്കാനായിട്ട് ഞാൻ ക്രൈംബ്രാഞ്ചിൻ്റെ സമയത്ത് പിടിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഞാൻ അയാളെ പിടിക്കാൻ പോയി. അയാളെ ഒരു തരത്തിൽ ഞാൻ അയാളെ കസ്റ്റഡിയിലെടുത്തു. അതിനുശേഷം അയാളെ വിളിച്ചുകൊണ്ട് അയാളെ വീട്ടിൽ പോയപ്പോൾ ഇല്ല, അയാളെ പെങ്ങളുടെ വീട്ടിലാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ, ഇയാൾ താമസിക്കുന്ന വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ യൂണിഫോമിൽ സബ് ഇൻസ്പെക്ടറായിട്ട് ഒരു ഫോട്ടോ വലുതായിട്ട് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുക. അയാളിരുന്ന് ചിരിക്കുന്നു, ഞാനും ചിരിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്തിനാണ് വെച്ചിരിക്കുന്നത്? അത് പോലീസുകാരൊക്കെ വരുമ്പോൾ എൻ്റെ സാറിൻ്റെ ബന്ധുവാന്ന് പറഞ്ഞു വിടുമെന്ന്. ഞാൻ അത് എപ്പോഴും ഞാൻ പേട്ട എസ് ഐ ആയിരിക്കുമ്പോൾ എടുത്ത ഫോട്ടോ ആണ്. ഞാൻ പലപ്പോഴും എൻ്റെ ഫോട്ടോ എടുക്കാൻ അനുവദിക്കത്തില്ല. ഇതൊക്കെ തന്നെ. പക്ഷേ അപ്പോൾ ഞാൻ അതിനുശേഷം കോടതി വെച്ച് ഞാൻ അയാളെ കണ്ടു. ഞാൻ അയാളെ ഒന്ന് കെട്ടിപ്പിടിച്ചു, വാ നീ അടുത്ത് വാ. കാരണം നമുക്ക് കാര്യം നമ്മൾ ആസ്വദിച്ചു അത്. കാരണം അവന് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂണിഫോമുള്ളൊരു ഫോട്ടോ എവിടുന്നോ സംഘടിപ്പിച്ചുകൊണ്ട് വെച്ചു. ഇതൊക്കെ നമ്മൾ ഇത് മനുഷ്യത്വപരമായ രീതിയിലുള്ള കാരണം നമ്മളൊരു ക്രൂരനൊന്നുമല്ല, അതൊക്കെ ആസ്വദിക്കുകയും ചെയ്യും. പക്ഷേ അയാൾ അതിന് ശേഷം എൻ്റെ അടുത്ത് സാറിനെ കണ്ട ശേഷം ഞാൻ ഇപ്പം അതിനൊക്കെ ശേഷം ഞാൻ മാറി, ഞാൻ ഇപ്പം നല്ലതായിട്ട് ജീവിക്കുകയാണ്, ചാരായം പാറ്റും അങ്ങനെ മോഷണം ഒന്നുമില്ല സാറേ എന്ന് പറഞ്ഞു. അപ്പം മനുഷ്യൻ മാറുന്ന കണ്ടില്ലേ? അപ്പോൾ അത് പോലീസിൻ്റെ പ്രവർത്തനം കൊണ്ട് ഒരു റിഫോർമേഷൻ കൂടെ നമ്മൾ നടത്തണമെന്നാണ് പറയണത്. കാരണം നമ്മളൊക്കെ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ എപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ആസ്വദിക്കും. പൊതുജനങ്ങളായാലും കള്ളനായാലും ഗുണ്ടയായാലും അവൻ ഏതെങ്കിലും തമാശ രീതിയിൽ എന്തെങ്കിലും ഒരെണ്ണം കാണിച്ചിട്ട് അത് ആസ്വദിക്കുകയും ചെയ്യും. അതേസമയത്ത് ആസ്വാദനമൊക്കെ കൊള്ളാം. അതിനുശേഷം അവരെ ഉപദേശിച്ച് അവരെ നല്ല രീതിയിൽ നടത്താനായിട്ട് നമ്മൾ ശ്രമിക്കും. അതുകൊണ്ട് പോലീസ് കേരളത്തിലെ പോലീസിനെ കുറ്റം പറയല്ല. പലരും പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്നോട് വലിയ വാശിയും വൈരാഗ്യമൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ കുറ്റമല്ല പറയണത്. അവർ നല്ല രീതിയിൽ, കാരണം ഏത് മന്ത്രിസഭ വന്നാലും ശരി, പോലീസിൻ്റെ ഈ രീതിയിലുള്ള പ്രവർത്തനം കൊണ്ട് തീർച്ചയായിട്ടും അത് പോലീസിൻ്റെ ഇമേജ് നഷ്ടപ്പെടും. നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. വരട്ടെ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കേസ്, പിടിക്കാൻ പറ്റുന്ന കേസ് പിടിക്കുക, അല്ലാത്ത വിട്ടുകളാണ്. അങ്ങനെ ഒരാളെ കൊന്നിട്ടോ ഒരാളെ മർദ്ദിച്ചോ അവശനാക്കിയിട്ടോ നമ്മളൊരു കേസ് ഇടേണ്ട ആവശ്യമില്ല. ശാസ്ത്രീയമായ കുറ്റാന്വേഷണം പഠിക്കണം. അത് പഠിപ്പിക്കാൻ കഴിവുള്ളവർ വളരെ കുറവാണ്. ഇപ്പം റിട്ടയർ ചെയ്ത ധാരാളം പോലീസ് ഉദ്യോഗസ്ഥർ കേരളത്തിലുണ്ട്. അവരുടെ സേവനം ഉപയോഗിക്കാനായിട്ട് DGP അതുപോലുള്ള ഓഫീസർമാരും പോലീസ് ട്രെയിനിങ് കോളേജിൽ ഇരിക്കുന്നവരൊക്കെ അവരെ വിളിച്ച് ക്ലാസ് എടുക്കണം. എങ്കിലാണ് ഇൻവെസ്റ്റിഗേഷൻ പഠിക്കുകയുള്ളൂ. എങ്ങനെയാണ് ഇങ്ങനെയുള്ള കേസുകൾ തെളിയിക്കേണ്ടത്, എങ്ങനെയാണ് ശാസ്ത്രീയമായിട്ട് കുറ്റം അവരെ ചോദ്യം ചെയ്യുന്നത്, എങ്ങനെ അതിൽ നമ്മൾ എങ്ങനെയാണ് ഫാക്റ്റ് എലിസിറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണമെന്നെങ്കിൽ റിട്ടയർ ചെയ്ത നല്ല പോലീസ് ഓഫീസേഴ്സ് കേരളത്തിൽ കാസർഗോഡ് വന്നിട്ട് വേണ്ടമാർ അവരുടെ സേവനം വിനിയോഗിക്കണം. അവർ വരാനും റെഡിയാണ്.
അതുകൊണ്ട് പോലീസും മാറണം. ഏത് ഗവൺമെന്റ് വന്നാലും ചില ആൾക്കാർ ഇങ്ങനെയുള്ള ഒരു പോലീസിൽ തന്നെയുണ്ട്. അത് വളരെ മോശം. അതെ, പോലീസിന്റെ പ്രവൃത്തി തന്നെയാണ് ഒരു സർക്കാരിന്റെ ഞാൻ കാണുന്നത്. മുഖച്ഛായ നല്ലതാക്കുന്നത് മോശപ്പെടുത്തുന്നതും പോലീസിന്റെ പ്രവർത്തനം തന്നെയാണ്. നമുക്ക് പോലീസിന്റെ മൂന്നാം മുറ അവസാനിക്കണമെങ്കിൽ ശാസ്ത്രീയപരമായ അന്വേഷണത്തിലേക്ക് നമ്മുടെ പോലീസ് കടക്കണം എന്നുള്ളതാണല്ലോ അങ്ങ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ ശാസ്ത്രീയപരമായ അന്വേഷണം ഈ നമ്മുടെ കേരള പോലീസ് നടപ്പാക്കിയിട്ടില്ല. അങ്ങയുടെ പരിചയത്തിൽ ഇത് ഏതെങ്കിലും നമ്മുടെ ഭാരതത്തിലെ സംസ്ഥാനങ്ങൾ അത്തരത്തിലൊരു അന്വേഷണത്തിലേക്ക് അവിടുത്തെ പോലീസ് കടന്നിട്ടുണ്ടോ ശ്രീ ജോർജ് ജോസഫ്? ശാസ്ത്രീയപരമായ അന്വേഷണം എന്ന് പറഞ്ഞാൽ ചിലർ നമ്മളൊക്കെ റോഡിൽ കൂടെ നടക്കുമ്പോൾ മനസ്സിൽ തോന്നുന്നു അവനൊരു കള്ളനാണെന്ന്. അത് നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടാണ് അത് തോന്നുന്നത്. അതുപോലെ തന്നെ ഒരാളെ ചോദ്യം ചെയ്യുമ്പോൾ സമയമെടുത്ത് അയാളെ ചോദ്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അയാൾ കോൺട്രഡിക്ഷൻ വരും, അയാൾ അത് കൺഫ്രണ്ട് ചെയ്യും. അങ്ങനെയൊക്കെ നമുക്ക് ഇവനെ ഇപ്പം എന്തിനാണ് മർദ്ദിക്കുന്നത്? രണ്ടുപേരെയും ഇവിടുത്തെ ഈ ഉണ്ണിയും ജീബിനെയും അവരെ രണ്ടുപേരെ കസ്റ്റഡി എടുത്തു കഴിഞ്ഞാൽ ആ സാധനം മോഷ്ടിച്ച സാധനം റിക്കവർ ചെയ്യാതെ പോരെ? അത് അവൻ തരുന്നെങ്കിൽ പിന്നെ മർദ്ദിക്കേണ്ട ആവശ്യമില്ല. ശ്രീ ജോർജ് ജോസഫ്, നമുക്കൊരു പ്രേക്ഷകൻ കൂടി കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ശ്രീ രവീന്ദ്രൻ ചേരുന്നു. ശ്രീ രവീന്ദ്രൻ, വളരെ പെട്ടെന്ന് ഈ വിഷയത്തിൽ പ്രതികരിക്കാം. സാറേ, ഈ വിഷയം തന്നെ എല്ലാ മേഖലയും സ്തംഭനത്തിലാണ്. ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഇപ്പം ആഭ്യന്തരം, ആരോഗ്യം, വനംവകുപ്പ് എല്ലാം പരാജയത്തിന്റെ പടുകുഴി നിൽക്കണം. ആ സമയത്തൊക്കെ പിന്നെ താങ്ങും തണലുമായിട്ട് കോൺഗ്രസ്സുകാർ ഉണ്ട്. അങ്ങനെ ഒരു ഗുണമുണ്ട്. ആവശ്യമില്ലാത്ത സമരങ്ങളൊക്കെ നടത്തി അന്ന് ഒരു രാത്രി ജനങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നിങ്ങൾ പോലും ചർച്ച ചെയ്യുന്നില്ല. ആ ഒരു രാത്രി ഒരു 3:15 മുതൽ വൈകിട്ട് 6 മണി വരെ പിറ്റേ ദിവസം രാവിലെ വരെ ജനങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുണ്ടല്ലോ. ഒരു പച്ച വെള്ളം പോലും ഈ യാത്ര ചെയ്ത് വന്നിറങ്ങുന്നവർക്ക് കിട്ടാത്തൊരു ബുദ്ധിമുട്ടുണ്ടായി. ആ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഒരു ചാനലുകാരും ചർച്ച ചെയ്തില്ല. അതൊക്കെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ ജനങ്ങൾ അനുഭവിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ശ്രീ രവീന്ദ്രൻ, ഓരോ ദിവസവും നമ്മൾ ഓരോ വിഷയങ്ങൾ എടുത്ത് ചർച്ച ചെയ്യുകയാണ്. പറഞ്ഞാലും തീരാത്ത പ്രശ്നങ്ങൾ ഉണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് ചർച്ച അവസാനിപ്പിക്കാം. ശ്രീ ജോർജ് ജോസഫ്, എന്താണ് ഇതിന് ഒരു വളരെ പെട്ടെന്നുള്ള ഒരു റെമഡി, ഒരു പരിഹാരം എന്താണ് ഇതില്ലാതാക്കാൻ? അല്ല, അത് എല്ലാ പോലീസ് സ്റ്റേഷൻ ഇതുപോലെ ലേശം പല ആൾക്കാരെയും പിടിച്ചിടുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ സീനിയർ ഓഫീസർമാർ അവിടെ വിസിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയണേ. കാരണം പോലീസ് സ്റ്റേഷനിൽ വന്ന് ആരാണ് കിടക്കുന്നത്, എന്താണ് കിടക്കുന്നത്. ഞാനൊക്കെ SI CI ആയിരിക്കുന്ന സമയത്ത് എൻ്റെ മേലുദ്യോഗസ്ഥന്മാർ അവിടെ വരും. ആ കിടക്കുന്ന ആരാണ്, ഈ കിടക്കുന്ന ആരാണ്, എന്തിനാണ് പിടിച്ചത്, ചിലർ അവർ തന്നെ അങ്ങ് പറഞ്ഞു വിട്ടുകളയും. അപ്പോൾ അങ്ങനെയുള്ളൊരു സൂപ്പർവിഷൻ ഉണ്ടെങ്കിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അതെ, വളരെ വ്യക്തമാണ്. ഇത്തരത്തിലുള്ള മേലധികാരികൾ കൃത്യമായി പോലീസ് സ്റ്റേഷനുകളിൽ ആരെയൊക്കെ കസ്റ്റഡിയിലെടുത്തു, ആരെയൊക്കെ അറസ്റ്റ് ചെയ്തു, അത് കൃത്യമായി വീക്ഷിക്കുകയും അവരുടെ കാര്യങ്ങൾ പരിശോധിക്കുകയും വേണം എന്നാണ് റിട്ടയർഡ് SP ജോർജ് ജോസഫ് പറഞ്ഞു വെക്കുന്നത്. കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് എന്നതിനെ പോലെ തന്നെ കേരളത്തിൽ പുതിയതായി ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഈ കേരള പോലീസിൻ്റെ മൂന്നാം മുറ. ഈ വിഷയമാണ് ഇന്ന് ജനശബ്ദം ചർച്ച ചെയ്തത്. ജോർജ് ജോസഫ് റിട്ടയർഡ് SP അദ്ദേഹം ഈ ചർച്ചയിലുണ്ടായിരുന്നു. നിരവധി പ്രേക്ഷകരും ഈ ചർച്ചയിൽ പങ്കെടുത്തു.